ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാസ്ക്കറ്റ് വീവ് കപ്പ് കേക്ക് ഡെക്കറേഷൻ ആയിട്ടാണ്. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന കളറിനെ പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ കപ്പ് കേക്കിന്റെ കേസിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കളറിന്റെയും അതുപോലെ തന്നെ ഈ കപ്പ് കേക്കിന്റെ കേസിന്റെ ഒക്കെ ഭാഗം ഞാൻ അവസാനമാണ് ഇട്ടിട്ടുള്ളത്. കാരണം ആവശ്യമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം ഞാൻ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള നോസിൽസ് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഈ ഒരു നോസിലാണ് കാണിക്കാൻ പോകുന്നത്. 47 നമ്പറാണ്, വിൽട്ടണിൽ 47 നമ്പർ. അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്താണ് ഈ ഒരു ഡിസൈൻ ഉള്ളത്. പിന്നെ ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഇതാണ് വരുന്നത്. നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പിങ്ക് കളർ ബട്ടർ ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇത് റഷ്യൻ പൈപ്പിംഗ് ടിപ്പാണ്. ഇതിൽ ഞാൻ റോസ് കളറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുക്കാൻ പോകുന്നത് ലീഫിന്റെ ടിപ്പാണ്. വിൽട്ടണിൽ 352 ആണ്. ഇത് നമുക്ക് വേറൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലീഫിന് വേണ്ടി ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറിൽ ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമാണ്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ക്രീമും അതുപോലെ നോസിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാനിവിടെ ഇതിനു വേണ്ടി കപ്പ് കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിതിൽ വലിയ കപ്പ് കേക്കിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് വാനില കപ്പ് കേക്കാണ്. അപ്പൊ നമുക്ക് ഈ കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഞാനിവിടെ ഇതിനു വേണ്ടി ഈ ഒരു വലിയ സൈസുള്ള കപ്പ് കേക്കാണ് എടുക്കുന്നത്. അപ്പൊ നമുക്കതിന്റെ ആ ഒരു കവറ് മാറ്റാം. പിന്നെ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആ ഡിസൈനുള്ള ഭാഗം മേൽപോട്ടാക്കിയിട്ട് വേണം ലൈനൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇപ്പൊ കപ്പ് കേക്ക് ആയതുകൊണ്ട് എനിക്ക് ഈ അത്ര അധികം പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മേൽഭാഗത്തുള്ള ആ ഒരു സൈസ് കുറച്ച് വലുതാണ്. അതുപോലെ താഴ്ഭാഗത്തുമ്പോൾ അതൊന്ന് ചെറുതായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫെക്ഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഇപ്പൊ ഇട്ട ലൈനിന്റെ ആ ഒരു അത്രയും വിട്ടിട്ട് വേറൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ കപ്പ് കേക്ക് ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാം. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓസിലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാം. കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത് സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുന്നതാണല്ലോ. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ എന്റെ കയ്യിൽ തന്നെ വെച്ച് ചെയ്യുന്നോണ്ടാണ് അത്ര അധികം പെർഫെക്റ്റ് ആയി വരാത്ത. അപ്പൊ ഞാനിതിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ മറ്റു ലൈൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇനി അടുത്ത ലൈൻ ഇടുമ്പം ഒരെണ്ണം വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ സെക്കൻഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ ഒഴിവാക്കി വിട്ട ലൈനില്ലേ, അതിന്റെ മേലത്തെ കൂടി വേണം നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അന്നേരമാണ് നമുക്ക് ആ ബാസ്ക്കറ്റ് വീവിന്റെ ആ ഒരു ഡിസൈൻ വരുള്ളൂ. പിന്നെ തേർഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലൈൻ ചെയ്ത പോലെ ചെയ്തു കൊടുക്കാം. അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് മാറി മാറി ചെയ്തു കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. ആർക്കും ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ കേക്കിലാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിതിന് ഫുള്ളാക്കി കാണിച്ചു തരാം. ഞാനിത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മേലെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിതൊരു ടേണിംഗ് ടേബിളിന്റെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിതിന്റെ മേലെ റഷ്യൻ പൈപ്പിംഗ് നോസിൽ വെച്ചാണ് റോസ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈസിയാണ്.
ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് വിട്ടാൽ മതി. ഇതുപോലെ നമുക്ക് റോസ് ഇൻസ്റ്റന്റായി റോസ് വരച്ചെടുക്കാം. ഞാനിവിടെ ഒരു ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത വരി ചെയ്യാം. നമുക്ക് കുറച്ച് വലുത് വേണമെങ്കിൽ ഇതുപോലെ കുറച്ചധികം ക്രീം പ്രസ് ചെയ്ത് കൊടുത്ത് വിട്ടാൽ മതി. അപ്പൊ കുറച്ച് വലിപ്പമുള്ള റോസായി വരും. ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മേലെ ലീഫ് വരച്ചു കൊടുക്കണം. നമുക്ക് ഇതിന്റെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ലീഫ് വരച്ചു കൊടുക്കാം. ലീഫ് ടിപ്പൊക്കെ ഉപയോഗിക്കുന്ന നല്ല ശരിക്കും എങ്ങനെ ഉപയോഗിക്കേണ്ടെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതിന്റെ താഴത്തും ഒന്ന് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് ലീഫ്. അപ്പൊ നമുക്ക് ആ ഗ്യാപ്പും കാണൂല. അപ്പൊ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നല്ല അത്യാവശ്യം ഞാൻ പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര അങ്ങോട്ട് ഡെക്കറേഷൻ അറിയില്ല. എന്നാലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഫുഡ് കളറും അതുപോലെ തന്നെ കപ്പ് കേക്കിന്റെ കേസും ഞാൻ കാണിച്ചു തരാം. ഇത് റിക്വസ്റ്റ് വന്നതായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കളറ്. ഇത് വിൽട്ടന്റെ ജെൽ കളറാണ്. അപ്പൊ ഇത് റോസ്, അതിന്റെ പിന്നെ റോയൽ ബ്ലൂ ആണ്. ഇതൊക്കെ അതിന്റെ മേലെ കാണിക്കുന്ന ആ ഒരു സെയിം കളർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പിങ്ക് കളറാണ്. ഇനി എൻ്റെ അടുത്തുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജെൽ കളറാണ്. അപ്പൊ ഇതാണ് ഇത് പേര് നിയോൺ ബ്രൈറ്റ് ഗ്രീൻ ആണ്. ഇതിന്റെ കമ്പനി ഇതാണ് ഷെഫ് മാസ്റ്റർ. ഇതിൻ്റെ അകത്ത് തന്നെ എൻ്റെ അടുത്ത് 4 കളർ ഉണ്ട്, സെയിം കമ്പനി. ഒരു വയലറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് സൂപ്പർ റെഡ് ആണ്. പിന്നെ ഉള്ളത് ഒരു സൺസെറ്റ് ഓറഞ്ച് ആണ്. ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അടുത്തുള്ളതൊക്കെ ലിക്വിഡ് കളറാണ്. ഈ ഫോസ്റ്റർ ക്ലാക്സിന്റെ ലിക്വിഡ് കളറാണ്. റെഡ്, പിന്നെ ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീനും പിന്നെ യെല്ലോവും ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാ കളറും കൂടി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മുന്നേ ഒരു ബട്ടർ ക്രീം ആക്കുന്ന സമയത്ത് നല്ലൊരു ഗ്രീൻ കളർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തത് ഈ ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ യെല്ലോ കളറും മിക്സ് ആക്കിയിട്ടാണ്. അപ്പൊ നമുക്ക് നല്ല ഒരു ഗ്രീൻ കളർ കിട്ടും. അങ്ങനെ കുറെ കളർ മിക്സ് ആക്കിയാൽ നമുക്ക് വേറെ വേറെ കളർ കിട്ടും. അതൊന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളറാണ്, ജെൽ കളറ്. അതുപോലെ ഞാൻ പിങ്ക് ചെയ്തിട്ടുള്ളത് വിൽട്ടണില് ഈ പിങ്ക് കളറാണ്. പിന്നെ ഞാൻ റഷ്യൻ ഡിപ്പ് വെച്ച് ചെയ്തിട്ടുള്ള റോസ് കളറ് വിൽട്ടണിലെ ഈ റോസ് ജെൽ കളർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ മുന്നത്തെ വീഡിയോ കാണാത്തവർക്ക് സംശയമുണ്ട് ഞാൻ ഇതിനെങ്ങനെ പ്ലാസ്റ്റിക് റാപ്പിൽ വെച്ച് ഈ ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം ഇതാണ്. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ പൈപ്പിംഗ് ബാഗിൽ ഒന്നും കച്ചറൊന്നും ഉണ്ടാവില്ല. വേഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ വലിയ നോസിലായതുകൊണ്ട് ഒന്നും തീരെ ക്രീം ഒന്നും പറ്റിയിട്ടില്ല. ചെറിയ നോസിലൊക്കെ ആണെങ്കിൽ അതിന്റെ അറ്റത്ത് മാത്രം കുറച്ച് ക്രീം ഉണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് കഴുകിയെടുത്താൽ വീണ്ടും നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കപ്പ് കേക്കിന്റെ കേസ്. അപ്പൊ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കുറച്ച് വലിയതാണ്, അപ്പൊ ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഈ 2ആണ് ഉപയോഗിക്കാറ്. ഇത് ചെറുതാണ്, കാണിച്ചു തരാം. ഞാനിവിടെ ചെയ്തു വെച്ച ഈ ഒരു കപ്പ് കേക്കിന്റെ സൈസാണിത്.
പിന്നെ ഉള്ളത് ഈ ഒരു വലുതാണ്. എനിക്ക് വെള്ള ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. വെള്ള കളറ് കപ്പ് കേക്കിന്റെ കേസാണിത്. ഇത് കുറച്ച് വലുതാണ്. അപ്പൊ ഞാന് ഈ ഒരു കപ്പ് കേക്ക് ചെയ്തിട്ടുള്ളത് ഇതിലാണ്. അപ്പൊ ഞാന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ 2 സൈസിലുള്ള കേസ് വെച്ചാണ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പികളും അതുപോലെ ഇങ്ങനത്തെ ഡെക്കറേഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. താങ്ക് യു.